നമ്മളെ നല്ലതുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്നതായ നമ്മുടെ ചെടികളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. കാണുമ്പം ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം നമ്മളിവിടെ കടന്നു പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേനൽ ചൂടും, അതുപോലെ തന്നെ കിണറ്റിൽ വെള്ളവും ഇല്ല, ഒട്ടും വെള്ളമില്ലാത്തൊരു കണ്ടീഷൻ. കിണറ്റിലെ വെള്ളം ഒരു 4-5 പ്രാവശ്യമെങ്കിലും മോട്ടർ അടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കിച്ചണിലെ ആവശ്യമായ വെള്ളം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമ്മുടെ കൃഷികളെല്ലാം വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മളെ നല്ലതുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വന്നിരുന്നതായ നമ്മുടെ ചെടികളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. കാണുമ്പം ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പം നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിൽ വെച്ചിരുന്ന ചെടികളൊക്കെ കരിഞ്ഞുണങ്ങി ഇതേപോലെ വാടി തളർന്നൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സങ്കടം. ഇതൊക്കെ നല്ല ഒന്നാന്തരം ചെടികളാണ്. അപ്പോൾ എന്നാലും സ്വല്പമെങ്കിലും വെള്ളം നിൽക്കുന്നവർക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിനേക്കാൾ ഒരു സങ്കടം. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് നിൽക്കുന്നതൊക്കെ കാണാം. വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണ് ഈ കാഴ്ചയൊക്കെ. അപ്പം ഓരോ സൈഡിലും നമ്മൾ ചൂട് കൂടുന്നതിനനുസരിച്ച് ഓരോന്ന് നീക്കി എങ്ങോട്ടെങ്കിലുമൊക്കെ വയ്ക്കും. എന്നാലും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പോലും കിച്ചണിലെ വെള്ളമൊക്കെ അത്യാവശ്യമൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ട് ഒഴിക്കുന്നുണ്ട്. എന്നാലും അവർക്കതൊന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലാണ്ട് കുറച്ച് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ചട്ടിക്കകത്ത് നിൽക്കുന്ന എല്ലാം കരിഞ്ഞുണങ്ങി ഇങ്ങനെ നിൽക്കുക. മറ്റേത് രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോഴും നമ്മുടെ മുറ്റത്തോട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഇത് നല്ല പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പം തന്നെ ഇവങ്ങളെ കാണുമ്പം തന്നെ ഒരു സങ്കടമാണ്. കാരണം എല്ലാവരും നമ്മളെ കണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാതിരിയാണ്. കാരണം നമ്മൾ അത്രമാത്രം അവരെ സ്നേഹിച്ച് വളർത്തിയിരുന്നതാണല്ലോ. അപ്പം നമ്മുടെ ബോഗൻവില്ലയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഇഷ്ടം പോലെ പൂക്കളൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അവർക്കൊക്കെ ഞാൻ പിന്നെ പൂക്കളൊക്കെ നന്നായിട്ട് വന്നതല്ലേ, അവർക്ക് ഞാൻ അത്യാവശ്യം നമ്മുടെ സ്ലറികൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പം പിന്നെ കിച്ചണിലെ വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടൊക്കെ ആദ്യം പിടിച്ച പൂക്കളൊക്കെ ഉണങ്ങി കരിഞ്ഞു പോയി. ഇപ്പം വീണ്ടും അവർ തളർത്തി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെ നമ്മളെ തൂക്കിയിട്ടിരുന്ന ചെടികളൊക്കെ മിക്കവാറും എല്ലാം കരിഞ്ഞു. അങ്ങോട്ട് നോക്കിയാൽ കാഴ്ചകൾ കാണാം. ഹാങ് ചെയ്തിട്ടിരുന്ന ചെടികളുടെയൊക്കെ അവസ്ഥയാണ് ഇപ്പം ഈ കാണുന്നത്. പിന്നെ ഒരു സൈഡിൽ ഇരിക്കുന്ന ചെടികൾ ഫുള്ള് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു സീബ്ര പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെ തണലത്തുമൊക്കെ കൊണ്ടുവച്ച് കട്ട് ചെയ്തത് എന്തായാലും രക്ഷപ്പെട്ടു. അതിൻ്റെ അമ്മ പ്ലാന്റും എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ചെടികൾ മാത്രം അങ്ങനെ നിൽപ്പുണ്ട്. സാരമില്ല, എന്നാലും നമുക്ക് ഇതെല്ലാം തിരിച്ച് പിടിക്കണം. എപ്പോഴെങ്കിലും മഴയൊക്കെ പെയ്യട്ടെ. ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാം വളരെ കഷ്ടം പിടിച്ചു കിടക്കുക കേട്ടോ. ഇനി ദൈവം വെള്ളം തന്നെങ്കിൽ മാത്രമേ നമ്മുടെ വെള്ളത്തിൻ്റെ ദാരിദ്ര്യമൊക്കെ മാറത്തുള്ളൂ. സാധാരണ ഇടയ്ക്കൊക്കെ ഒരു മഴ കിട്ടുന്നതായിരുന്നു. ഇപ്രാവശ്യം മഴയും നമ്മളെ ചതിച്ചു. ഇതെല്ലാം കൂടുമ്പോൾ നമുക്ക് വിഷമമാണ് അല്ലേ. മഴ കൂടുമ്പോൾ നമ്മൾ പറയും ഒരു വെയിൽ കണ്ടെങ്കിന്ന്, വെയിൽ കൂടുമ്പം പറയും ഒരു മഴ കണ്ടെങ്കിന്ന്. അപ്പം എല്ലാം കൂടെ ഒത്തൊരുമിച്ചൊന്നും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ കണ്ട കുറച്ച് കണ്ണാടി ചെടികളൊക്കെ അന്ന് വെട്ടി വെച്ചിരുന്നതൊക്കെ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം വെള്ളമൊക്കെ നമ്മൾ ഉള്ളത് ഒപ്പിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഓരോ ചെടികളൊക്കെ അവിടെയൊക്കെ നിൽക്കുന്നതൊക്കെ കരിഞ്ഞങ്ങ് നിൽക്കുക കണ്ടോ. അപ്പോൾ കുറച്ച് ചെടികൾ മാത്രം ഞാൻ ഇവിടെ സംരക്ഷിച്ച് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അരുവിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അതിന് മാത്രം അത്യാവശ്യം ഒരു ജീവനൊക്കെ ഉണ്ട്. എല്ലാം അങ്ങ് പോയാലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൈവശം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു രസമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചോ എന്തെങ്കിലുമൊക്കെ ഉള്ള വെള്ളത്തിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെടികളുടെ അവസ്ഥ ഇതാണ്. ഇനി നമ്മുടെ പച്ചക്കറികളും ഫ്രൂട്ട്സ് മരങ്ങളുടെയൊക്കെ അവസ്ഥയും കൂടെ ഒക്കെ ഒന്ന് കാണാം. ഇത് നമ്മുടെ ചാമ്പയായിരുന്നു. ചാമ്പ കണ്ടോ, മുകളിൽ നിന്നേ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് കരിയില എല്ലാം കൂടെ കിടക്കുന്ന നോക്കിയൊക്കെ താഴെ പൊതയിട്ട മാതിരി കരിയില കിടക്കുക കണ്ടോ. ഇതിൻ്റെ എല്ലാം കൊഴിഞ്ഞു പോയി. നമ്മളിതിനൊക്കെ എത്ര വെള്ളം നമ്മൾ കൊണ്ടൊഴിച്ചെന്ന് പറഞ്ഞാലും ഒന്നും നേരെ ആവത്തില്ല. കാരണം നന്നായിട്ട് വെള്ളം കൊടുത്തെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഉഷാറായിട്ട് നിൽക്കത്തുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കരിഞ്ഞു എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് എത്രയൊക്കെ ആക്കിയെന്നറിയാമോ. ഇങ്ങനെയൊക്കെ കാണുമ്പം വളരെ സങ്കടമാണ്. ഇവിടെയൊക്കെ ഓരോന്നും ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മുടെ ഇരുമ്പി മാത്രം ഇഷ്ടം പോലെ ഇലിമ്പിക്കയൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട്. അവർക്ക് ചൂട് മതിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇലിമ്പിക്കയുടെ സീസണാണ്. ബാക്കിയുള്ള ക്രോട്ടൺസ് ചെടികളും എല്ലാം പോക്കാം. പിന്നെ നമ്മുടെ വിയറ്റ്നാം എയർലി പ്ലാവ്, പിന്നെ നമ്മുടെ വിയറ്റ്നാം പ്ലാവ് ഉണ്ടല്ലോ, അതിനും ചക്കയൊക്കെ 1-2 എണ്ണമൊക്കെ
കറുത്തൊക്കെ പാൻ തുടങ്ങി, വെള്ളത്തിൻ്റെ ഷോർട്ടേജും ഉണ്ട്. നല്ല അത്യാവശ്യമൊക്കെ നമ്മൾ ഓലത്തുഞ്ചിരാണിയൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മൾ കുറച്ചെങ്കിലും വെള്ളം കൊടുക്കും. നമ്മുടെ ഉള്ള വെള്ളം ഒപ്പിച്ചൊക്കെ ഇവർക്ക് കൊടുക്കാറുണ്ട്. മുകളിലോട്ടുള്ള ചക്കയൊക്കെ അതേപോലെ നിപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചേ ചക്കയൊക്കെ പിടിച്ചതേ. ഇത് നമ്മുടെ വേരിഗേറ്റഡ് പേരയായിരുന്നേ. ഇഷ്ടം പോലെ അതിനകത്ത് താഴ്ന്നേ ദണ്ട് പിടിച്ചു വന്നേ കണ്ടോ. ഇപ്പോൾ ഒരേ ഇല പോലും ഇങ്ങനെ ഇല്ല ഇതിനകത്ത്. കാം മാത്രം അതിനകത്ത് ഇങ്ങനെ നിപ്പുണ്ട്. അത്രമാത്രം ചൂടാണെന്ന് മനസ്സിലാക്കിക്കോണം. കണ്ടോ, നല്ല പേരയ്ക്ക് അതിനകം നല്ല റെഡ് കളറും ഒക്കെ ആയിട്ട് നിന്നെയായിരുന്നു. അപ്പം ഇനി അതൊക്കെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം. വീഡിയോ എടുക്കാൻ പോലും തോന്നില്ല, പറമ്പിലോട്ട് ഇറങ്ങാൻ പോലും തോന്നാത്ത ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. പിന്നെ ഒരു നാരകം, അതിൻ്റെയും ഇലയെല്ലാം കൊഴിഞ്ഞു വീഴുകയായിരുന്നു. പിന്നെ അതിൻ്റെ ചുവട്ടിൽ കുറേ പൊതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓലത്തുഞ്ചിരാണിയൊക്കെ ഇട്ട് കൊടുത്തവരെല്ലാം ജീവനോട് നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും കൃഷിയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഇങ്ങനെ ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും എല്ലാം വില കൂടും. വാങ്ങിച്ചു കഴിക്കാൻ പോലും ഒക്കത്തില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക മഴയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പറമ്പൊക്കെ കിടക്കുന്നുണ്ടല്ലേ, എല്ലാം ഒരു ജാതി ഇങ്ങനെ കിടക്കുകയാണ്. വാഴകളാണെന്നുണ്ടെങ്കിൽ എല്ലാ വാഴകളും കൊലച്ചതെല്ലാം വീഴാൻ തുടങ്ങി. അപ്പം റംബുട്ടാന് മാത്രം അധികം മഴ വേണ്ട. അപ്പം കാരണം പൂക്കുന്ന സമയമായതുകൊണ്ടേ വെള്ളം വീണാൽ നമ്മുടെ ഈ പൂക്കളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, അവർ രക്ഷപ്പെട്ടോളും. ഇതാണ്ട് ഇങ്ങനെ പറമ്പിൽ ഓരോന്നും ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ മൾബറി നിൽക്കുന്നുണ്ട്. മൾബറി കണ്ട് ഉണങ്ങി ഒരു പരുവായി നിൽപ്പുണ്ട്. ഇപ്പുറത്തെല്ലാം നിൽക്കുന്ന ഓരോ ഫ്രൂട്ട്സ് മരങ്ങളാണ്. അതിൻ്റെയൊക്കെ ഇലയൊക്കെ നിൽക്കുന്നുണ്ടോ. ഇനി എന്നും മഴ പെയ്തിട്ടാണോ അതുങ്ങളൊക്കെ ഒന്ന് നേരെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വെള്ളമില്ലാത്ത കാരണം എല്ലാം കൊഴിഞ്ഞങ്ങ് പോവും. തൊട്ട ഉടനെ തൊടുന്നത് മാത്രമല്ല, അവർക്ക് നിൽക്കാനുള്ള ഒരു ആരോഗ്യമില്ലാത്തതുകൊണ്ട് അവരങ്ങ് കൊഴിഞ്ഞു പോവുകയാണ്. അപ്പം എന്നാലും തളിർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. നേരത്തേലുമൊക്കെ ഇങ്ങനെ ഇലകൾ തളിർത്തൊക്കെ വരുന്നുണ്ട്. ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞങ്ങളുടെ അബിയുവിൻ്റെ അവസ്ഥ കണ്ടോ. പൂത്ത് കായൊക്കെ പിടിക്കാൻ സമയമായതായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് അതും കടന്നു പോകുന്നത്. അതിൻ്റെ ചില്ലകളെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോവുകയാണ്. മഴ പെയ്യുമ്പം രക്ഷപ്പെടുമായിരിക്കും. അതിന് തൊട്ടപ്പുറത്തോട്ട് മാങ്കോസ്റ്റിൻ കണ്ടോ. മാങ്കോസ്റ്റിൻ്റെയും ഇലകളെല്ലാം ഇങ്ങനെ കരിഞ്ഞ് ഇരിക്കുക കണ്ടോ. തളിർത്ത് കിടക്കുന്നതല്ല, അത് കരിഞ്ഞ് നിൽക്കുക. അത്രമാത്രം ചൂടാണെന്നുള്ളതാണ് നമുക്ക്. അതിനെല്ലാം ഞാൻ ഓലയൊക്കെ ഇങ്ങനെ പുതയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് വാഴയൊക്കെ നട്ടിരുന്നത് കുറച്ചൊക്കെ നമുക്ക് കുലച്ച് കിട്ടി. ഈ കുലയ്ക്കാനുള്ളതെല്ലാം താണ്ട ഈ പരുവത്തിലായി. എല്ലാത്തിൻ്റെയും മണ്ടയെല്ലാം വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുലച്ചത് കൊണ്ട് അവിടെ ഒരു പച്ചച്ചിങ്ങൻ റോബസ്റ്റയൊക്കെ ഉണ്ടായിരുന്നേ, അതെല്ലാം ഒടിഞ്ഞു വീണു. അപ്പം എന്ത് ചെയ്യാനാ. കണ്ട പറമ്പിലെ കരിയിലെല്ലാം കൂട്ടി നമ്മൾ ഇട്ടിരുന്നതായിരുന്നു. എന്നാലും കണ്ടോ, റോബസ്റ്റ കൊച്ചു കൊലയായിരുന്നെങ്കിലും ഈ ചൂട് സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് തോരൻ പോലും വെക്കാൻ ഒക്കാത്ത പരുവത്തിൽ എല്ലാം ഒടിഞ്ഞു വീണിരിക്കുക. അപ്പം കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമ്മൾ അത്യാവശ്യം വിളവെടുത്തു. ബാക്കിയുള്ള എല്ലാം ഇനിയിപ്പം ഹെഡൊന്നും വിരിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ചൂട് കൊണ്ട് ഹെഡ് വിരിയാൻ ഭയങ്കര പാടാണേ. നമ്മുടെ പറമ്പ് മൊത്തത്തിലൊന്ന് നോക്കിക്കേ, എല്ലാം ഇങ്ങനെ ഒരുമാതിരി വരണ്ടും തളർന്നും ഒക്കെ കിടക്കുന്നതായ ഒരു സ്റ്റേജിലാണ് കണ്ടോ. എല്ലാം ആകെ പോയി. ഇനിയെല്ലാം മഴ പെയ്തിട്ട് വേണം ഒന്നേന്ന് തുടങ്ങാനായിട്ട്. എന്താ ചെയ്യുക. അപ്പം കണ്ടല്ലോ നമ്മുടെ പറമ്പിലെ അവസ്ഥയൊക്കെ കണ്ടല്ലോ. ഇപ്പം നമ്മൾ ചൂടായാലും തണുപ്പായാലും മഴയാണെന്നുണ്ടെങ്കിലും കുറച്ച് കാലം ഇപ്പൊക്കെ നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാവും. പിന്നെ വീണ്ടും എന്ന് കരുതി നമ്മൾ തളർന്നൊന്നും ഇരിക്കത്തൊന്നുമില്ല. ഇനി മഴയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും എല്ലാം നന്നായിട്ട് നമുക്ക് തുടങ്ങണം. ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തായാലും നല്ല പരുന്തിനെ പോലെ നമുക്ക് പറന്നുയരണം. അപ്പം വീണ്ടും നമുക്ക് കൃഷികളൊക്കെ ചെയ്യാം. അപ്പം മഴയും വെള്ളവും ഇല്ലയെന്ന് കരുതി നമ്മൾ വിഷമിച്ചിരിക്കുന്നതൊന്നുമില്ല. അപ്പം അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടേ നമ്മൾ മണ്ണെല്ലാം ട്രീറ്റ് ചെയ്തിങ്ങനെ ഇട്ടിരിക്കുകയാണ്. കുറേയൊക്കെ നമ്മൾ ഗ്രോ ബാഗിനകത്ത് ആക്കിയിട്ടുണ്ട്. കുറച്ച് വിത്തുകളൊക്കെ ചിലതിനകത്ത് പാകിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഒട്ടും പുറകോട്ട് പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് വന്നാലും തളരാതെ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കണം. കണ്ടോ,
അപ്പം നല്ല മണ്ണൊക്കെ ഇപ്പം മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മണ്ണെല്ലാം ഒരുക്കി ഇങ്ങനെ ഇട്ടിരുന്നാൽ ഗ്രോ ബാഗിനകത്തോട്ട് നിറച്ചാൽ മതി. ഇത് മൂടിയിടണം. ഞാനൊന്ന് തുറന്നിട്ട് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. നിറച്ച് ഒക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ ഇതേപോലെയൊക്കെ ഈ സമയത്ത് ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് നേരം ചൂടത്ത് പണി ചെയ്യാതെ ഇരിക്കുക. രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ കൃഷിയിടത്തിലോട്ടൊക്കെ ഇറങ്ങിയാൽ മാത്രം മതി കേട്ടോ. കാരണം അത്രമാത്രം ചൂടാണ്. പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴും ഒരു കുപ്പിക്കകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ട് പോകാമെന്നുണ്ടെങ്കിൽ വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ നമുക്ക് കയറി വരാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ജില്ലയിലും ഇങ്ങനെയുള്ള അവസ്ഥയാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേങ്കിൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ കുണ്ട്രദേശത്ത് പ്രത്യേകിച്ച് കനാലൊക്കെ തുറന്നു വിടുമായിരുന്നു. ഇപ്പം വളരെ ലേറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നവംബർ പകുതി മുതൽ നമുക്കിവിടെ വെള്ളമില്ലാത്തൊരു കണ്ടീഷനാണ്. ഇപ്പം ഈ ജനുവരി ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് വേനലൊക്കെ അങ്ങ് വളരെ കടുത്തിട്ട് എല്ലാ കൃഷികളും എല്ലാവരുടെയും ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ന്യൂസ് പേപ്പറിനകത്തൊക്കെ ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നു. മെമ്പർമാർക്കൊക്കെ നമ്മൾ ഇങ്ങനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവരും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം കനാൽ ഇടയ്ക്കെങ്ങാണ്ട് തുറന്നു എന്ന് പറയുന്നു. പക്ഷേങ്കിൽ എവിടെയൊക്കെ ഇടിഞ്ഞു വീണിട്ട് അവർ ചോർച്ചയൊക്കെ ഉണ്ടായിട്ട് തിരിച്ചടച്ചു. പക്ഷേ അത് നമുക്ക് കനാലെങ്കിലും തുറന്നു വിടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമാവും. ഇങ്ങനെ ഇത്രയും കൃഷികളൊക്കെ നശിച്ച ഒരു സമയം നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഇനി എന്താ ചെയ്യുക? ഇനിയിപ്പം മഴയൊക്കെ ആശ്രയിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ കനാലിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഈ പരിതാപകരമായ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.